ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്. അപ്പോൾ ശംഖുമുഖം ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. തിരുവനന്തപുരം സിറ്റിയിലെത്തിക്കഴിഞ്ഞാൽ ഏകദേശം 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ള ബീച്ചാണ് ശംഖുമുഖം ബീച്ച്. ഈ ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം വരെയൊക്കെ പണ്ട് കടൽക്ഷോഭത്തിൽ വെള്ളം ഇങ്ങ് വരെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതൊക്കെ കണ്ടായിരുന്നു. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കടൽക്ഷോഭത്തിൽ ഇത്രയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോയതാണ്. ഇപ്പോൾ ഒരു ഇതൊക്കെ റെഡിയാക്കി ഇവിടെ ഒരു ചെറിയ തിട്ടയൊക്കെ കെട്ടി വന്നേക്കുന്നതാണ്. സൈഡിലൊക്കെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് കടൽക്ഷോഭത്തിൽ പോയ സമയത്ത് ഇതൊന്നും ഇത്രയും റെഡിയാക്കിയിരുന്നില്ല. ഇതിപ്പോൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ റെഡിയാക്കി വന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്ന ബിൽഡിങ് ഓൾഡ് കോഫി ഹൗസാണ്. ഇത് ശംഖുമുഖം ബീച്ച് പണ്ട് കാലമൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് പണ്ടേ ഉള്ളൊരു ബിൽഡിങ്ങാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെട്ടുകാട് പള്ളി ആ ഒരു ഏരിയയിലോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നടന്നു പോകണമെങ്കിൽ നമുക്ക് സൈഡിൽ കൂടെ നമുക്ക് വെട്ടുകാട് പള്ളിയുടെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് കടൽപ്പാലമുണ്ട്. പക്ഷേ ഈ കടൽപ്പാലം ഞാൻ നോക്കി, അപ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അവിടെ ഈ കടൽപ്പാലം മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങോട്ട് ആരെയും അത് കയറ്റി വിടുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് കാണിക്കാമായിരുന്നു, പക്ഷേ കയറ്റി വിടുന്നില്ല. വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ആരും ഇല്ല. പക്ഷേ ഇങ്ങനെ ആ ഒരു തിരയിലിങ്ങനെ തെന്നിക്കളിച്ചിങ്ങനെ നടക്കുക. ഇനി കുറേ നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൽ ചെന്ന ആൾ ചെന്ന് കയറുമായിരിക്കാം, അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പണ്ട് കടൽ കയറിയ സമയത്ത് ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ തീരമൊന്നും തിരികെ വരത്തില്ല എന്നാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് തീരമൊക്കെ തിരിച്ചു കിട്ടി. എന്നാൽ നല്ലൊരു ഫീലാണ്. നമ്മൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പയ്യന്മാരുമായിട്ടൊക്കെ ഇവിടെ വന്നിരുന്ന് കുറേ നേരം വന്നിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി ഒരു ഫീലാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3-3:30 സമയമായിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഒരു ഏകദേശം ഒരു 5 മണി ആ ഒരു സമയം കഴിയുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാവും. പിന്നെ ശനി ഞായറാണ്, പിന്നെ ഞായറാഴ്ച ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഇവിടെ. പിന്നെ ഞായറാഴ്ച രാവിലെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ കാണാൻ പറ്റും. ഞാൻ മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് മീൻ പിടിക്കാൻ വല ഇടുന്നവരെ കുറച്ച് സഹായിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന മീനൊക്കെ കുറച്ച് ആദായത്തിൽ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. നല്ലൊരു എമൗണ്ടിനൊക്കെ നമുക്ക് വാങ്ങാനൊക്കെ പറ്റും. ഇനി നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച ജലകന്യ ഒന്ന് കാണാം. ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് ജലകന്യയുടെ തല കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ ജലകന്യക. പേരെന്ന് പറയുന്നത് MI8 ഹെലികോപ്റ്റർ എന്നാണ്.
അപ്പോൾ ഇത് പല യുദ്ധങ്ങളിലും ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന് തൊടാനൊന്നും പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ വേറെ വിഷയങ്ങളൊന്നുമില്ല. പറഞ്ഞ പാർക്ക് പോലെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇത് കുറച്ച് നാളായേ ഉള്ളൂ പണിയെ കഴിപ്പിച്ചിട്ട്. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളാണ് ഈ ഒരു ഏരിയയൊക്കെ. ചെറിയ ചെറിയ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് പോലെ ഇട്ടേക്കുന്ന ഭാഗമാണ്. നേരെ ഈ കോഫി ഹൗസിൻ്റെ നേരെ പുറകു സൈഡിലായിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. ഈ ഒരു സൈഡിൽ നമ്മുടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാരുടെ വള്ളങ്ങളൊക്കെ ഈ ഒരു സൈഡിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ആ സൈഡിലായിട്ട് നമ്മുടെ പണ്ട് തൊട്ടേ ഉള്ള കൽമണ്ഡപങ്ങളാണ്. ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനി നമുക്കൊന്ന് ഇറങ്ങി താഴോട്ട് കടലിന് അങ്ങോട്ട് പോയി നോക്കാം. ഈ ഒരു കൽമണ്ഡപം നമുക്ക് പഴയ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ സിനിമകളിലെല്ലാം ഈ ഒരു കൽമണ്ഡപം കാണിച്ചിട്ടുണ്ടാവും. ഈ ഒരു ശംഖുമുഖം കാണിക്കുന്ന സമയത്ത് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. മെയിനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാംജി റാവ് സ്പീക്കിങ്ങിലൊക്കെ ഈ ഒരു സിനിമ ശങ്കരാടി വന്നിട്ട് നടക്കാൻ വരുന്ന സമയത്ത് ഈ ഒരു ശംഖുമുഖം കടപ്പുറത്താണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു കൽമണ്ഡപമൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. കടൽക്ഷോഭം ഉണ്ടായ സമയത്ത് ഈ വള്ളങ്ങളൊക്കെ ഇട്ടേക്കുന്നില്ലേ, ഇവിടുന്ന് മുകളിൽ വരെയൊക്കെ വെള്ളം കയറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മുമ്പാണെങ്കിൽ ഇത്രയും കര മുമ്പ് ഇല്ലായിരുന്നു, കുറച്ച് നാൾ മുന്നേ വരെ ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ വർക്ക് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് തന്നെ ഈ നമ്മുടെ ഈ ശംഖുമുഖത്തിൻ്റെ തീരം ഫുള്ള് പോയായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഈ തീരം തിരികെ വന്നിട്ട്. കുറേ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 4 മണി അടുപ്പിച്ചായി. ഒരു 5 മണിയോടുകൂടി ഈ ഒരു വെയിലൊക്കെ താന്നു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ വരും, അത്യാവശ്യം നല്ല തിരക്കാവും. ഇന്ന് ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഓടിയാണ്. അപ്പോൾ ഇന്നെന്തായാലും തിരക്കുണ്ടാവാനാണ് ചാൻസ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും ശംഖുമുഖം റൂട്ടിലോട്ട് കുറേ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബസ്സിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ഡെക്കർ ബസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കയറുമ്പോൾ എന്തായാലും താഴെ കയറരുത്, മുകളിൽ തന്നെ കയറണം. അപ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ സൈഡും എല്ലാമൊക്കെ കണ്ട് പതുക്കെ ഒരു ആസ്വദിച്ച് നമുക്ക് ശംഖുമുഖത്തോട്ട് വരാം. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.